വെൽക്കം ടു പ്രെപ്സ്കേ. മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ VFAക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ കുറച്ച് മുൻവർഷ സ്റ്റേറ്റ്മെന്റ് ബേസ് ചോദ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, VFAക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നടത്താം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചോദ്യത്തിലേക്ക് പോവാം. ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ബേസ് ചോദ്യമാണ്. ഏതാണ്? ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്താണ്, 4 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ പ്രസ്താവനകളിൽ നിന്നും എന്താണ് ഇന്ത്യൻ പൗരന്റെ മൗലിക കർത്തവ്യങ്ങളായിട്ട് വരുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. ഓക്കെ, അപ്പൊ 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. എന്താണ്? 1, 2, 1, 3, 2, 4, 1, 2, 3, 4. ഇവയെല്ലാം എന്താണ് കറക്റ്റ് ആയിട്ട് വരും എന്നുള്ള 4 എന്താണ് ഓപ്ഷൻസും നമുക്ക് എന്താണ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഇന്ത്യൻ പൗരന്റെ മൗലിക കർത്തവ്യങ്ങൾ അല്ലെ. മൗലിക കർത്തവ്യങ്ങൾ നമുക്കറിയാം. എന്താണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എന്താണ് മൗലിക കർത്തവ്യങ്ങൾ എന്താണ് ഭരണഘടനയിൽ ഉണ്ടായിരുന്നോ? ഇല്ല അല്ലെ. മൗലിക കർത്തവ്യങ്ങൾ എന്താണ് ഒറിജിനൽ ഭരണഘടനയിൽ എന്താണ് ഇല്ല. എന്നാൽ പിന്നീട് എപ്പോഴാണ് ഇത് കൂട്ടിച്ചേർത്തിട്ടുള്ളത്? നമുക്കറിയാം അല്ലെ. എന്താ എപ്പോഴാണ്? 42ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം. 42ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം. ഈ 42ാം ഭരണഘടനാ ഭേദഗതി ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ അത്? അതെ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആരുടെ സമയത്താ? ഈ ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താ ഈ പറഞ്ഞിട്ടുള്ള 42ാം ഭരണഘടനാ ഭേദഗതി? ഇന്ദിരാഗാന്ധി അല്ലെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകത അല്ലെങ്കിൽ സാഹചര്യം എന്താണ്? നമ്മുടെ ഇന്റേണൽ എമർജൻസി അല്ലെ. നമ്മളെല്ലാവരും പറയുന്ന 1975 അടിയന്തരാവസ്ഥ സമയത്താണ്. 75 അടിയന്തരാവസ്ഥ 77 പിന്നീട് എന്ത് ചെയ്യുന്നത്, റിവോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് പിൻവലിക്കുന്നത്. അപ്പൊ ഈ അടിയന്തരാവസ്ഥ സമയത്ത് എന്താണ് നടപ്പിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് കൊണ്ടുവന്നിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് ഈ 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. അപ്രകാരം എന്ത് ചെയ്തു, ഈ പറഞ്ഞിട്ടുള്ള മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 51A അല്ലെ. ആർട്ടിക്കിൾ 51A ആണ് അല്ലെ. ആർട്ടിക്കിൾ 51A എന്നുള്ള ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്തു, കൂട്ടിച്ചേർത്തു. അതിൽ എത്ര മൗലിക കർത്തവ്യങ്ങൾ? എത്രയാ? 10+1 അല്ലെ. എന്താണ് ഇത്? ആദ്യം കൂട്ടിച്ചേർത്ത സമയത്ത് എന്ത് ചെയ്തു, ഒരു 10 മൗലിക കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു, 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ കൂടിയാണ് എന്ത് ചെയ്തത്, ഒരു മൗലിക കർത്തവ്യം കൂടി ചേർത്ത് നിലവിൽ എത്രയാണ്? 11 മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. ഈ മൗലിക കർത്തവ്യങ്ങൾ ആർക്കൊക്കെയാണ് ബാധകമായിട്ടുള്ളത്? ആർക്കാണ് ബാധകമായിട്ടുള്ളത്? ഇന്ത്യൻ സിറ്റിസൺസിനാണോ, അല്ലെങ്കിൽ എന്താണ് ഏലിയൻസിനാണോ, അല്ലെങ്കിൽ എന്താണ് ഫോറിനേഴ്സിനാണോ? ആർക്കാണ്? അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് 2 പേർക്കുമാണോ? എന്താണ് ഇവ? സിറ്റിസൺസിന് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബാധകമായിട്ടുള്ളത് അല്ലെ. എന്താണ് ഇന്ത്യയുടെ സിറ്റിസൺസിന് മാത്രമാണ് ഇത് മൗലിക കർത്തവ്യങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ബാധകമാവുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ നോക്കിയേ, ഈ സ്റ്റേറ്റ്മെന്റ് നോക്കാലോ നമുക്ക്. ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്താണ് ഇത്? എന്താണ് ഒരു മൗലിക കർത്തവ്യം തന്നെയാണ്. അടുത്ത നോക്കിയേ, നമ്മുടെ സംസ്കാര സമന്വയത്തിന്റെ സമ്പന്നമായിട്ടുള്ള പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും. എയിലും ഉണ്ട്, ഡിയിലും എന്തുണ്ട്, 1ഉം 2ഉം ഉണ്ട്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അടുത്തതും കൂടി നോക്കേണ്ടി വരും അല്ലെ. അപ്പൊ എന്താണ് ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക എന്നും തന്നിട്ടുണ്ട്. ഇതെന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ. അപ്പൊ ഇതും എന്താണ് നമ്മൾ കേൾക്കുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ 1ഉം 2ഉം 3ഉം വരും. അപ്പൊ 1ഉം 2ഉം 3ഉം വരുമ്പോൾ എന്താണ് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് 4ാമത്തെ കൂടി നോക്കാലോ. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും ശപഥം ചെയ്ത് അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. എന്താണ് ഈ 4 സ്റ്റേറ്റ്മെന്റും എന്താണ് ഈ പറഞ്ഞ പോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗം തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ VFA എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ത്യൻ ഭരണഘടനയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് ഇത് ഈ പറഞ്ഞിട്ടുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മാത്രമല്ല, ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, നന്നായി പഠിച്ചിരിക്കണം. ഓക്കെയാണല്ലോ. അപ്പൊ തന്നെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഈ പറഞ്ഞ 3 ഭാഗങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇവയിൽ നിന്ന് എന്ത് ചെയ്യണം, ചോദ്യം മികച്ച രീതിയിൽ വരും. അപ്പൊ എന്ത് ചെയ്യാം, ആർട്ടിക്കിൾ എന്താണ് 12 മുതൽ 51A വരെ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, തറവായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. തറവായിട്ട് പഠിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. അത്തരത്തിലുള്ള
ഒരു ബാച്ച് എന്താണ് പ്രെപ് സ്കെയിലുണ്ട്, പ്രെപ് സ്കെയിലിൽ എന്താണ് BFA ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അത്തരത്തിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലഭിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് പറഞ്ഞുള്ള ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാലോ. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഭാഗം 4A എന്ന് ഞാൻ നേരത്തെ എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് പറയാതിരുന്നതാണ്. കാരണം എന്താണ്, രണ്ടാമത്തെ ചോദ്യം എന്താണ്, അതാണ് അല്ലെ. അപ്പൊ അതാണ് ഭാഗം 4A എന്തിനെ കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്? മൗലിക കർത്തവ്യങ്ങൾ അല്ലെ. മൗലിക കർത്തവ്യങ്ങൾ ബി എന്താണ് 3 അല്ലെ. അപ്പൊ മൗലിക കർത്തവ്യങ്ങൾ എത്രയാണ്? ഭാഗം 4A അല്ലെ. ഭാഗം 4A. അപ്പൊ ഇതാണ് ഇതൊരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അതാണ് മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു ചോദ്യ പേപ്പറിൽ വന്നു അല്ലെ. 2 ചോദ്യങ്ങൾ വന്നു. ഇക്കഴിഞ്ഞ നടന്നിട്ടുള്ള 10th ലെവൽ പ്രിലിംസിന്റെ ചോദ്യ പേപ്പറാണിത്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു ലെവലിൽ എന്ത് ചെയ്തു, 2 ചോദ്യങ്ങൾ എന്ത് ചെയ്തു, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നു അല്ലെ. 2 ചോദ്യങ്ങൾ വന്നു. സിമ്പിൾ ആണ് അല്ലെ, സിമ്പിൾ ആണ്. ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ എല്ലാ മൗലിക കർത്തവ്യങ്ങളും നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഒരു ഡൗട്ട് വരാം. അതുകൊണ്ട് എന്ത് ചെയ്യാം, 11 എണ്ണം എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഓപ്ഷൻസ് കാണുമ്പോൾ എന്ത് ചെയ്യും, അതൊന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഫെമിലിയർ ആയാൽ മതി. നമ്മൾ ഈ 11 എണ്ണവും പഠിച്ചു പോയിട്ട് എന്ത് ചെയ്യണമെന്നില്ല, നമ്മൾ ആൻസർ എഴുതണമെന്നല്ലോ. നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാലും മതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഈ 11 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ ഒരു ഷോർട്ട് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് ആയിട്ട് എഴുതി വെക്കുക. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാൽ മതി, പഠിച്ചാൽ മതി. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബാച്ചിലും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പൊ എന്താണ് പാർട്ട് 4A അല്ലെ. പാർട്ട് 4A എന്തിനെ കുറിച്ച്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച്. അപ്പൊ പാർട്ട് 3 എന്തിനെ കുറിച്ചാ, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച്. അപ്പൊ പാർട്ട് 4A എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ 4 എന്തിനെ കുറിച്ചാ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച്. അപ്പൊ നിങ്ങൾ ഓർക്കുക, അതായത് ഇവിടെ നമ്മൾ പാർട്ട് 4A എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പാർട്ട് 4A എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ABC എന്നൊക്കെയുള്ള ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കണം, അതെന്താണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലാത്തൊരു പ്രൊവിഷൻ ആണ്, പിന്നീട് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണെന്നുള്ള കാര്യം എന്തെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. ഈ ABCD എന്നൊക്കെ വരുമ്പോഴെന്താണ്, അത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലാത്തൊരു പ്രൊവിഷൻ ആണ്. അത് പിന്നീട് ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ആശയമായിരിക്കും എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാവണം. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ. അപ്പൊ സിമ്പിൾ ചോദ്യമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3ാമത്തെ ചോദ്യം, അതായത് വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തണം അല്ലെ. തെറ്റായിട്ടുള്ള പ്രസ്താവന 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ വിവരാവകാശ കമ്മീഷനും ഇത്തരത്തിൽ ഇമ്പോർട്ടന്റ് ആക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട ആക്ട്. കാരണം ഫ്രീക്വന്റ്ലി ചോദ്യങ്ങൾ ചോദിക്കുന്ന 2 ആക്ടിലാണ്. ഒന്ന് പോക്സോ ആക്ടും പിന്നെ RTI അല്ലെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടും. ഈ 2 ആക്ട് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, എക്സാമിന് പോകണ്ട. കാരണം ഈ 2 ആക്ടിൽ നിന്ന് ചെയ്യണം, ചോദ്യം നിർബന്ധമായിട്ടും വരും. ഓക്കെ, മറ്റ് ആക്ടുകളും കാര്യങ്ങളും നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ല എങ്കിൽ കൂടി, അഥവാ നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സമയമില്ല എങ്കിൽ കൂടി എന്ത് ചെയ്യുക, ഈ പോക്സോ ആക്ടും RTIയും പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സാമിന് പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. ആണോ? നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. മസ്തൂർ കിസാൻ ശക്തി സംഘടന ഈ പറഞ്ഞ പോലെ RTIയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാജസ്ഥാനിൽ നടന്നിട്ടുള്ള ഒരു സംഘടനയാണ്. ഈ രാജസ്ഥാനിൽ ഈ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് എന്ത് പിന്നീട് RTI ആക്ടിലേക്ക് നയിച്ചത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതെന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ചോദിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. ഓക്കെ, ഒന്നുണ്ട്. അപ്പൊ ചാടിക്കറി ഒന്നുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് നോക്കരുത്. കാരണം നമ്മളോട് ചോദിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. അപ്പൊ ഒന്നുള്ളത് എന്ത് ചെയ്യില്ല, വരില്ല. ഓക്കെ, നമുക്ക് നോക്കാം. പൊതുസ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുന്ന പക്ഷം പൗരന്മാർക്ക് ലഭ്യമാക്കുന്നുണ്ടോ? ഉണ്ട് അല്ലെ. ലഭ്യമാക്കുന്നുണ്ട്. അപ്പൊ ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ 2 വരാൻ പാടില്ല. ഇപ്പൊ 2 വരുന്നില്ല എന്ന് പറയുമ്പോൾ
ഈ പറഞ്ഞ ഓപ്ഷൻ ബിയും നമുക്ക് കിട്ടാം. പിന്നെന്താണ്, പിന്നെ ബാക്കിയുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ് 3ഉം 4ഉം. നമുക്ക് എന്ത് ചെയ്യണ്ട, അത് 3ഉം 4ഉം നമ്മളെന്താണ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ എന്ന് അറിയേണ്ട ആവശ്യം വരില്ല നമുക്ക്, അല്ലെ? കാരണം എന്താണ്, നമ്മൾ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണെന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് എന്താണ് പിന്നെയുള്ള ഓപ്ഷൻ ബാക്കി ഏതാണ് ഉള്ളത്? ഓപ്ഷൻ സി ആണ് 3ഉം 4ഉം എന്നുള്ളത്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നോക്കി വെക്കാം. എന്താ കോടതി പരിഗണനയുള്ള വിവരങ്ങൾ, വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, അല്ലെ? വെളിപ്പെടുത്തണ്ട എന്നുള്ളതാണ്. അതെന്താണ്, ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അടുത്ത 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നത് വരെ ഉദ്യോഗസ്ഥരിൽ നിന്ന് 150 രൂപ വീതം പിഴ ചുമത്താവുന്നതാണ്. 150 രൂപയാണോ? 250 രൂപയല്ലേ? 250 അല്ലേ? അപ്പോൾ എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ 3ഉം 4ഉമാണ് എന്തെങ്കിലും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ വിവരാവകാശ കമ്മീഷൻ ഇന്ത്യയിൽ എപ്പോഴാണ് വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ RTI നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഭരണഘടനയിൽ അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ളത്? അത് 2005-ലാണ്. മറന്നു പോരുത്, 2005-ലാണ്. 2005 അല്ലെ? 2005-ലാണ് എന്തുള്ളത് ഇന്ത്യയിൽ RTI എന്താണ് വിവരാവകാശ നിയമം എന്തുള്ളത് നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇത് ആദ്യം നടപ്പിലാക്കിയിട്ട് രാജ്യം ഏതാ? അത് സ്വീഡനാണ്. ഓക്കെ, അതായതാണ് സ്വീഡനാണ്. ഇതിൽ പ്രധാനപ്പെട്ട 2 എന്താണ്, അതായത് ഈ പറഞ്ഞ ആക്ടിന്റെ പ്രധാനപ്പെട്ട 2 സെക്ഷനാണ്. ഒന്ന് 8ഉം മറ്റേത് 9ഉം. 8ഉം 9ഉം. ഈ 8ൽ പറയുന്നത് എക്സെപ്ഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, എക്സെപ്ഷനെ കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് ഈ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇതിലുള്ളത്, ഈ എക്സെപ്ഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ 9ൽ എന്താണ്, ഇത്തരത്തിൽ എന്താണ് ഒഴിവാക്കുന്നതിന്റെ കാരണങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കാരണങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് കോപ്പിറൈറ്റ്. ഓക്കെ, കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ എന്താണ് നൽകേണ്ടതില്ല എന്നാണ് 9ൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 8ഉം 9ഉം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റു ആർട്ടിക്കിൾ അല്ലെങ്കിൽ മറ്റു സെക്ഷൻസ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് അല്ല എന്നാണ് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, RTI-യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. കാരണം എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇത്. ഇമ്പോർട്ടന്റ് ആക്ടിൽ നമ്മൾ എന്താണ് പഠിക്കേണ്ടതാണ് ഇത്, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, അല്ലെ? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് പോകാം. ഓക്കെ, അതായത് മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? അതായത് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം അതായത് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നോക്കിയതിന് ശേഷം അപ്പോൾ ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം. എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്? എന്താണ്, തടവറകളിലെ അതിക്രമം തടയല്. എന്താണ്, അത് കറക്റ്റാണ് അല്ലെ? കാരണം എന്താണ്, ഈ പറഞ്ഞ ജയിലുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സന്ദർശിക്കുക, എന്നിട്ട് അവിടെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, സർക്കാരിനെ എന്താണ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ഇപ്പൊ എന്താണ്, ഇത് കറക്റ്റാണ്. വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, അതാണ് നമുക്ക് അത് ഉൾപ്പെടുത്താം അല്ലെ? വനിതകളുടെയും കുട്ടികളുടെയും എന്താണ് അവകാശ സംരക്ഷണം എന്നുള്ളതും എന്ത് ചെയ്യാം, വേണമെങ്കിൽ എന്താണ് ഉൾപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് നോക്കിയേ, ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങള്. ഭരണനിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾക്ക് ഉള്ളതാണോ ഈ പറഞ്ഞിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ളത്? പൂർണ്ണമായിട്ട് നമുക്ക് എന്താണ് അത് കംപ്ലീറ്റ് ഒരു എന്താണ് ആൻസർ ആയിട്ട് എന്താണ് വരാൻ പറ്റില്ല. കാരണം എന്താണ്, വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഓക്കെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കല്. അതെന്ത് ചെയ്യാം, വരാം അല്ലെ? അപ്പൊ ഈ ഒരു ചോദ്യത്തിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പ്രൊവിഷണൽ ആൻസർ കീഴിൽ 1ഉം 2ഉം 3ഉം 4ഉം എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 1ഉം 2ഉം 3ഉം 4ഉം എന്താണ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്താണ് ഒരു പാർഷ്യലി എന്താണ് ഇത് കറക്റ്റ് ആൻസർ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഭരണനിർവഹണ രംഗത്തെ പരിഷ്കാരങ്ങൾ എന്നുള്ളത് ഓക്കെ, പരിഷ്കാരം എന്നുള്ളത് എന്താണ്, അതൊരു ഈ പറഞ്ഞിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ എന്താണ് അധികാരങ്ങളിൽ പൂർണ്ണമായിട്ട് ഉൾപ്പെടുന്നതല്ല. കാരണം അതിനായിട്ട് ഭരണ പരിഷ്കാര കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലെന്താണ് ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മനുഷ്യാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യുക, ഒന്ന് ഉപദേശിക്കുക. സർക്കാർ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ ഇടപെടണം എന്ന് എന്ത് ചെയ്യുക എന്ന് പറയാനുള്ള ഒരു അഡ്വൈസറി എന്താണ് ഒരു ബോഡി പോലെയാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ്
ഒരു ക്വാസി ജുഡീഷ്യൽ കൂടിയൊക്കെയാണ് എങ്കിലും ഒരു അഡ്വൈസറി സ്വഭാവമാണ് അതിന്റെ റെക്കമെൻഡേഷൻസും കാര്യമൊക്കെ പൂർണ്ണമായിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ അതുകൊണ്ട് ഈ ഭരണനിർവഹണ രംഗത്തെ പരിഷ്കാരങ്ങൾ എന്നുള്ളത് പൂർണ്ണമായിട്ടും എന്തില്ല ഈ പറഞ്ഞ മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്ന വിഷയമല്ല. അപ്പൊ 3 വരാൻ വേണ്ടി പാടില്ല എനിക്ക്. അപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യാം 1, 2, 4 എന്ത് ചെയ്യാം ആൻസർ ആയിട്ട് വരാം. അപ്പൊ ഈ 2 ഇതും എന്ത് ചെയ്യാം വരാവുന്നതാണ്. അപ്പോൾ അപ്രോപ്രിയേറ്റ് വരാവുന്നതാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇത് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ ആവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 1, 2, 3, 4 വന്നു. 1, 2, 4 എന്നുള്ള ഓപ്ഷൻ അവിടെ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാം ബുദ്ധിമുട്ടായിട്ട് വരും. അല്ലെങ്കിൽ 1, 2, 4 മാത്രമേ ഉള്ളൂ എങ്കിൽ അത് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, ഇത് 2 ഒന്നിച്ച് വന്നതുകൊണ്ട് എന്ത് ചെയ്യാം അത് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീഷൻ ആയിട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഒന്ന് പരിശോധിക്കണം. ഓക്കെ, അപ്പൊ ഏത് ആക്ട് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം എന്ത് ചെയ്തു ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എന്ത് ചെയ്തു ഈ പറഞ്ഞിട്ടുള്ള മനുഷ്യാവകാശ കമ്മീഷനുകൾ എന്ത് ചെയ്തിട്ടുണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഈ നിലവിലെ കറണ്ട് ചെയർമാനും കാര്യങ്ങളൊക്കെ ആരാണെന്നുള്ളത് നിങ്ങൾ എക്സാമിന്റെ സമയത്ത് എന്ത് ചെയ്യണം ഒന്ന് കൺഫേം ചെയ്യണം. കാരണം അത് ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം ഒന്ന് നോക്കിയാൽ മതി. കാരണം ചിലപ്പോൾ എക്സാമിന്റെ സമയത്ത് ആകുമ്പോൾ എന്ത് ചെയ്യാം ഇതിൽ ഈ ആളുകളിൽ എന്ത് ചെയ്യാം മാറ്റങ്ങളൊക്കെ വരാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം അതിന്റെ നിലവിലെ അധ്യക്ഷന്മാർ ആരാണ് എന്ന് എന്ത് ചെയ്യാം നിങ്ങൾ എക്സാമിന്റെ സമയത്ത് എന്ത് ചെയ്യാം ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ചാനലിൽ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് നിലവിൽ എന്ത് ചെയ്യുന്നില്ല അതിന്റെ അധ്യക്ഷന്മാരെയും കുറിച്ച് എന്ത് ചെയ്യുന്നില്ല ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കുക. നിലവിൽ എത്രയാണ് മെമ്പേഴ്സ് ഉള്ളത്, നാഷണൽ ലെവലിൽ എങ്ങനെയാണ്, അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, സ്റ്റേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അതൊന്നാണ് പ്രധാനപ്പെട്ട ഒരു കമ്മീഷൻ തന്നെയാണ്. ഓക്കെ, ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അടുത്ത് നോക്കിയേ സാമൂഹിക പരിഷ്കർത്താവായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. തെറ്റ് അല്ലെ, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് നോക്കണം. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി ആരാണ്? ശിവപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു അല്ലേ? ആണ് അല്ലെ. അപ്പൊ അത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. അപ്പൊ ഒന്നുണ്ടാവാൻ പാടില്ല അല്ലെ. കറക്റ്റ് ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ 2, 3 അല്ലെങ്കിൽ 2, 4 ആവാം. അപ്പൊ 2ലും 2 വന്നിട്ടുണ്ട്. അപ്പൊ 2 തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം, ആദിഭാഷ എന്നിവയാണ്. ഇത് 2 ആരതാ ചട്ടമ്പി സ്വാമികളുടേതാ അല്ലെ. ആരുടേതാണ്? ഇത് ചട്ടമ്പി സ്വാമികളുടേതാണ്. അപ്പൊ തെറ്റാണ്. അപ്പൊ 2 റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അഥവാ നിങ്ങൾക്ക് അറിയില്ല ഈ പ്രാചീന മലയാളവും ആദിഭാഷയും ശ്രീനാരായണ ഗുരുവിന്റെ അല്ല എന്ന് അറിയില്ല എങ്കിൽ കൂടി 2 ഓപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ 2 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ശരിയാവണം. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാവണം. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ വരണം. അടുത്ത് നോക്കിയേ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന പ്രസിദ്ധ വാക്യം ഉയർത്തി. നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന കാര്യമാണ് ഇത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നുള്ളത്. അപ്പൊ അത് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതും കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ 3 വരാൻ പാടില്ല. അപ്പൊ നമുക്ക് വെട്ടാം. 2, 4 ആയിരിക്കും. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. ആണോ? സമത്വ സമാജം ആരാ? വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ എന്ത് ചെയ്യാം ഇന്ത്യൻ നമ്മുടെ കേരള റിനൈസൻസിൽ നിന്നും പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണത്? നിങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആളുകളാണ്. ശ്രീനാരായണ ഗുരു, വൈകുണ്ഠ സ്വാമികള്, ചട്ടമ്പി സ്വാമികള്, അയ്യങ്കാളി, ഭക്ബടാനന്ദനെ ഓർത്തിരിക്കണം. കാരണം ഈ വർഷങ്ങളിൽ ഈ പറഞ്ഞ 2026 ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഭക്ബടാനന്ദാണ്. ഭക്ബടാനന്ദന്റെ കൃതികള്, ഭക്ബടാനന്ദ സംഘടന തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഭക്ബടാനന്ദൻ, വൈകുണ്ഠ സ്വാമികള്, ചട്ടമ്പി സ്വാമികള്, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, സഹോദരൻ അയ്യപ്പൻ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതിൽ വരും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ആളുകൾ എന്ത് ചെയ്യാം ഒന്ന് തറവായിട്ട് ഒന്ന് പഠിച്ച് പോകണം. ഓക്കെ, ഭക്ബടാനന്ദൻ ഈ വർഷം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് ഭക്ബടാനന്ദനെ കുറിച്ച്. മിക്ക എക്സാമ്പിളും എന്തിട്ടുണ്ട്? ഭക്ബടാനന്ദന്റെ രചന അല്ലെങ്കിൽ ഭക്ബടാനന്ദുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ 2026 ഹോട്ട് ടോപ്പിക് ഏതാണ്? അത് ഭക്ബടാനന്ദനാണ്. കാരണം ഭക്ബടാനന്ദനെ കുറിച്ചാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം
ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകണം. ഓക്കെ, ഇതിനൊക്കെ എന്താണ് ഉതകുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ്, നിങ്ങൾക്ക് എന്താണ് മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന പ്രിപ്പറേഷൻ ആണ് പ്രിപ്പ് സ്കെയിൽ നിങ്ങൾക്ക് എന്താണ് BFA ബാച്ചിൽ ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതാണ് അത്രേ സമയമുള്ളൂ അല്ലെ, എന്താണ് ആദ്യത്തെ സ്റ്റേജ് എക്സാം എന്താണ് അത്രേ സമയമുള്ളൂ. അപ്പൊ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യാം, മികച്ച രീതിയിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യാം നടത്തുക. ഓക്കെ, ഇതാണ് അത്യാവശ്യം നല്ല നിയമനങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. നമുക്കറിയാം എന്താണ് ഡിസ്ട്രിക്ട് വൈസ് ആണ് ഇത് ലിസ്റ്റ് വരിക. ആ ഡിസ്ട്രിക്ട് വൈസ് ലിസ്റ്റിൽ എന്താണ് അത്യാവശ്യം നിയമനങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പ്രതീക്ഷിക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാ, നമുക്ക് എന്താണ് ഒരു ഗ്യാരണ്ടി പറയാൻ വേണ്ടി പറ്റില്ല, കാരണം അല്ലേ എന്താണ് അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം നിയമനങ്ങൾ എന്ത് ചെയ്യാം ഡിസ്ട്രിക്ട് വൈസ് ലിസ്റ്റ് ആയതുകൊണ്ട് എന്താ ചെയ്യാം പ്രതീക്ഷിക്കാം. അപ്പൊ അതാണ് അത്യാവശ്യം മോശമല്ലാത്തൊരു പോസ്റ്റാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മികച്ച എന്താണ് പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് നടത്തിയാൽ മതി. അപ്പൊ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രിപ്പ് സ്കെയിലിന്റെ ബാച്ച് അല്ലെ BFAക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മികച്ച രീതിയിൽ തയ്യാറെടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു സെഷനിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി.